ഞാൻ എന്താണ് ഈ ഹെയറും പിടിച്ചുകൊണ്ട് നിൽക്കണതെന്നല്ലേ, ഞാൻ എൻ്റെ ഹെയർ കട്ട് ചെയ്ത് ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ എൻ്റെ ഹെയർ ഒട്ടും ലെങ്ത്ത് കുറയ്ക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല. ഞാൻ 2 ഇയറായിട്ട് ഹെയർ ഒന്നും കട്ട് ചെയ്തിട്ടില്ലായിരുന്നു. കല്യാണം കഴിഞ്ഞതിന് ശേഷവും ഡെലിവറി കഴിഞ്ഞതിന് ശേഷവും ഞാൻ ഇപ്പോഴാണ് ഒന്ന് ഹെയർ കട്ട് ചെയ്യാമെന്നും ഒന്ന് തീരുമാനിച്ചത്. അപ്പോൾ അത്യാവശ്യം എനിക്ക് കട്ടിയും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് കൂടുതലായിട്ടും ഒരു ഡ്രൈനെസ് ആയിരുന്നു ഹെയറിലുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ കയറിയപ്പോഴേ പറഞ്ഞായിരുന്നു എൻ്റെ ഹെയർ ഒട്ടും ലെങ്ത്ത് കുറയ്ക്കരുത്, എനിക്ക് ലെങ്ത്ത് ഇത്രയും തന്നെ വേണം, ഒരു 1 അല്ലെങ്കിൽ 2 ഇഞ്ചൊന്നും വേണ്ട, 1 ഇഞ്ച് തന്നെ കുറച്ചാൽ മതി എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. പക്ഷെ എന്നെ അവർ കഴുകി റെഡിയാക്കി അവിടെ ഇരുത്തിയിട്ട് ഹെയറിൻ്റെ പകുതിയോളം എടുത്ത് അമ്മേനെ കാണിച്ചിട്ട് ഇതിനെ കട്ട് ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു അത്രയും വേണ്ട. അപ്പോൾ ഞാനും അതിന് മുന്നേ പറയണുണ്ട് എനിക്ക് അത്രയും കട്ട് ചെയ്യേണ്ടെന്ന്. പക്ഷേ അവർക്ക് എന്തോ ഒരു വൈരാഗ്യം ഉള്ളതുപോലെയാണ് എൻ്റെ ഹെയറിനെ ഹാൻഡിൽ ചെയ്തതെല്ലാം. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുമ്പോഴേ മനസ്സിലാവും, ഡ്രൈ ചെയ്യുന്ന സമയത്തൊക്കെ മുടീനെ ഭയങ്കര റഫായിട്ട് എടുത്താണ് അവർ ഹാൻഡിൽ ചെയ്യണത്. എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ, ഇവർക്ക് ഹെയർ ഇല്ലാത്തത് കൊണ്ട് ബാക്കിയുള്ളവർക്ക് ഹെയർ ഇരിക്കുമ്പോൾ ഒരു വിഷമം ഉണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് മുടി വേണ്ട എന്ന് കരുതിയിട്ടാണോ എന്ന് എനിക്കറിയാൻ പാടില്ല. എനിക്ക് തോന്നിയൊരു കാര്യം പറഞ്ഞതാണ്. എൻ്റെ ഹെയർ കട്ട് ചെയ്തവരുടെ മുഖം കാണുമ്പോൾ എനിക്കെന്തോ ഫ്രീ ആയിട്ട് ചെയ്തു തരുമോ എന്ന് ഞാൻ ചോദിച്ചിട്ട് എനിക്ക് ചെയ്തു തരണ പോലത്തെ ഒരു എക്സ്പ്രഷനൊക്കെ ആയിരുന്നു മുഖം ആ ഒരു തുടക്കം മുതൽ അവസാനം വരയ്ക്കും. എനിക്ക് തോന്നിയതല്ല, എനിക്ക് അങ്ങനെ ആണ് മനസ്സിലായത് അതിൽ നിന്ന്. ഞാനും പലവട്ടം പാർലറിലൊക്കെ പോയിട്ടുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ എനിക്കത് നല്ലോണം ഫീലായിപ്പോയി. ഞാൻ മെയിനായിട്ടും ലെയർ കട്ട് ചെയ്യാനല്ല പോയത്, നോർമൽ ഹെയർ ഒന്ന് ഷെയ്പ്പ് ചെയ്യാൻ വേണ്ടി പോയതാണ്. എന്നെ പിടിച്ച് അവർക്ക് ലെങ്ത്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങൊരു ലെയറെന്നും പറഞ്ഞ് വെട്ടിയിട്ട് എന്തൊക്കെയോ കാട്ടിക്കുട്ടി. ഞാൻ കട്ട് ചെയ്തത് ഇഷ്ടപ്പെട്ടു, കട്ടിൻ്റെ പേര് പറഞ്ഞിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറയാൻ പറ്റില്ല. കട്ട് ചെയ്തത് കൊള്ളാം, പക്ഷേ ഞാൻ മുന്നേ ചെയ്ത ലെയർ വെച്ച് നോക്കുവാണെങ്കിൽ ഇത് എനിക്ക് അത്ര ഹെവി ലെയറൊന്നും തോന്നിയിട്ടില്ല. അത്യാവശ്യം എനിക്ക് ലെങ്ത്തുള്ള ഹെയറിൽ ഇത്രയും ലെയറേ ചെയ്യാൻ പറ്റുള്ളൂ, ബാക്കി കട്ട് ചെയ്തിട്ടും ഇത്രേ പറ്റുള്ളൂ എന്നിങ്ങനെ ഇപ്പോഴും ആലോചിക്കുമ്പോൾ ഭയങ്കര വിഷമം തോന്നണം. ഞാൻ മുന്നേ എനിക്ക് അധികം ലെങ്ത്ത് ഇല്ലാഞ്ഞിട്ട് പോലും ഞാൻ ലെയർ കട്ട് ചെയ്തപ്പോൾ നല്ല ലെയർ എനിക്ക് ആ ഹെയറിലുണ്ടായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം ഇത്രയും ലോങ് ഹെയർ കുറേ കട്ട് ചെയ്ത് കളഞ്ഞിട്ടും എനിക്ക് ലെയർ അതിൽ കാണാനില്ല. വളരെ മോശം സർവീസായിരുന്നു എനിക്ക്. പക്ഷേ അന്ന് ഞാൻ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു, ബിക്കോസ് എനിക്ക് അവിടെ നിന്ന് ഇറങ്ങണ്ടേ. എനിക്ക് ആ ഒരു ഹെയറിൽ ഇനി തിരിച്ച് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തരാൻ പറ്റൂല. അപ്പോൾ ഞാൻ കൊള്ളൂല എന്ന് പറഞ്ഞിട്ടും അവിടെ കാര്യമില്ല. അതുകൊണ്ട് ഞാൻ കൊള്ളാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി. പക്ഷേ എൻ്റെ ഹെയറിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് ചിലർക്ക് പറയാൻ മനസ്സിലാവൂല. എന്തായാലും ഈ വീഡിയോ ഈ ചേച്ചി കാണുവാണെങ്കിൽ ആരുടെ അടുത്തും ഇങ്ങനെയൊന്നും കാണിക്കരുത്. നിങ്ങൾക്ക് മുടിയില്ല എങ്കിൽ നിങ്ങൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. ഇല്ല എങ്കിൽ ബാക്കിയുള്ളവരെ ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. ക്ലയൻറ്റ് എന്തോ ആണോ പറയണേ അത് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ട്രീറ്റ്മെൻറ്റൊക്കെ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങളൊരു ഓപ്ഷനായിട്ട് പറഞ്ഞു കൊടുക്കുക. അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവരത് ചെയ്യും. ഇല്ല എങ്കിൽ അവർ പറയുന്ന സർവീസ് ചെയ്ത് കൊടുത്തിട്ട് അങ്ങ് വിടുക. നിങ്ങൾക്ക് പൈസ കിട്ടുമല്ലോ, അത് മാത്രം ആലോചിച്ചാൽ മതി. പിന്നെ ഇവിടെ എന്നെക്കൊണ്ട് നിർത്തി അവർക്ക് ആവശ്യമുള്ള വീഡിയോ ഒക്കെ എടുക്കാൻ ഞാൻ നിന്നൊക്കെ കൊടുത്തു. എനിക്ക് ആരെയും വെറുപ്പിക്കണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ അന്ന് അങ്ങനെ ഇറങ്ങിയത്. പക്ഷെ എനിക്കിപ്പോൾ ഈ 1 മാസമായിട്ടും എൻ്റെ മനസ്സിൽ നിന്ന് ആ വിഷമം പോണില്ല. എൻ്റെ ഹെയർ ഞാൻ കാത്തു സൂക്ഷിച്ച് കൊണ്ടുവന്ന സാധനം പെട്ടെന്ന് പോയപ്പോൾ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ഈ 1 മാസമായിട്ടും പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഈ ഒരു വീഡിയോ ഇടാനുള്ള റീസൺ. ഞാൻ ഹെയർ കട്ട് ചെയ്യാൻ പോയ സമയത്ത് എൻ്റെ ഹെയറിൽ അത്യാവശ്യം നല്ല രീതിക്ക് ലൈസും ഉണ്ടായിരുന്നു, നല്ല രീതിക്ക് നല്ല ഉടക്കും ഉണ്ടായിരുന്നു. മാനേജ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഹെയർ കട്ട് ചെയ്യാനായിട്ട് പോയത്. മേ ബി ഈ ഒരു റീസൺ കൊണ്ടായിരിക്കാം അവർ എൻ്റെ അടുത്തുനിന്ന് അത്രയും റഫായിട്ട് അവർ ബിഹേവ് ചെയ്തത്.